കേരളമൊട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും. വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം. ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ. കിലോ ബസാർ വടക്കാഞ്ചേരി, നിയർ ബ്ലോക്ക് ഓഫീസ് അകമല. കോൺടാക്ട് 9037921329. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ കോഴ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. കൂറുമാറാൻ CPIM 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നെന്ന് പറയുന്ന UDF സ്വതന്ത്രൻ ജാഫറിന്റെ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെയാണ് നടപടി. രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായ വെളിപ്പെടുത്തലിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള കോഴ വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ഊർജിതമാക്കി. UDF സ്വതന്ത്രനായി വിജയിച്ച ജാഫർ LDFന് വോട്ട് മറിച്ചതിന് പിന്നിൽ 50 ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാട് നടന്നതായാണ് ആരോപണം. UDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന PI ഷാനവാസ് പുറത്തുവിട്ട ശബ്ദരേഖയാണ് അന്വേഷണത്തിലേക്ക് വഴി തുറന്നത്. തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികൾക്കും 7 സീറ്റ് വീതം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ജാഫറിന്റെ വോട്ട് നിർണായകമായിരുന്നു. എന്നാൽ ജാഫർ LDFന് അനുകൂലമായി വോട്ട് ചെയ്തതോടെ നറുക്കെടുപ്പ് ഒഴിവാകുകയും LDF ഭരണം പിടിച്ചെടുക്കുകയുമായിരുന്നു. സംഭവത്തിൽ വിജിലൻസ് ഡയറക്ടർക്കും DGPക്കും മുൻ MLA അനിൽ അക്കര പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ വിജിലൻസ് സംഘം വടക്കാഞ്ചേരിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കുന്നതിനൊപ്പം സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും കൂടുതൽ തെളിവുകളും വിജിലൻസ് ശേഖരിക്കും. നിയമ പോരാട്ടം തുടരുമെന്ന് PI ഷാനവാസ് വ്യക്തമാക്കി. പഞ്ചായത്തിന്റെ പ്രസിഡന്റാക്കി നിയമിക്കാൻ വേണ്ടി CPM നടത്തിയിട്ടുള്ള ഭീകരമായിട്ടുള്ള രാഷ്ട്രീയ കുതിരക്കച്ചവടമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തനിക്ക് 50 ലക്ഷം രൂപ അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം, ഇത് രണ്ടും കിട്ടുമെന്നും ലഭിക്കുമെന്നും ജാഫർ മാഷ് എന്ന് പറയുന്ന കൂറുമാറിയ വ്യക്തി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ CPMന്റെ ഉന്നത നേതൃത്വത്തിന് ഇതുമായി ബന്ധമുണ്ട്. ആരാണ് ജാഫറിന് ഈ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്? എങ്ങനെയാണ് ഇത്രയും വലിയൊരു സാമ്പത്തിക ഇടപാട് CPM നടത്താൻ കഴിയുന്നത്? ഇതൊക്കെ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ 3 MLAമാരടക്കം വലിയൊരു ശൃംഖല പ്രവർത്തിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യൻ മോഡലിൽ നടക്കുന്ന BJP പോലും ചെയ്യാൻ അറക്കുന്ന ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയ നീക്കമാണ് CPM നടത്തിയത്. ആ തരത്തിലാണ് അവരൊക്കെ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. ശക്തമായിട്ടുള്ള ഇതിന്റെ സാമ്പത്തിക സംവിധാനത്തെക്കുറിച്ചും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ചുമുള്ള അന്വേഷണം നടക്കണം എന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്. പണം നൽകി ജനാധിപത്യത്തെ അട്ടിമറിച്ചെന്ന ആരോപണം ഗൗരവത്തോടെയാണ് അന്വേഷണ സംഘം കാണുന്നത്.